എല്ലാവർക്കും എൻ്റെ ഹരേ കൃഷ്ണ ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഇടയിൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ സൃഷ്ടിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വിള്ളലുണ്ടാക്കിയ ആ ഒരു തേർഡ് പാർട്ടി ആരാണ്, എന്തായിരുന്നു അവരുടെ ഉദ്ദേശം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തായിരുന്നു അവരുടെ ഉദ്ദേശം, യഥാർത്ഥ ഉദ്ദേശം എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് ഈ കാര്യങ്ങളൊന്നും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ഒരു കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ റെസൊണേറ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മാത്രമേ എടുക്കാവുള്ളൂ എന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. അതുപോലെ ഇതൊരു ജെൻഡർലെസ് ടൈംലെസ് റീഡിംഗ് ആണ്. ഇത് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോഴേക്കും നിങ്ങൾക്ക് വാലിഡ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോയാലോ. അതായത് നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തികൾക്കും ഇടയിൽ പ്രതിസന്ധികൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് നിങ്ങളെ തമ്മിൽ അകറ്റിയത് ആരാണ്, അല്ലെങ്കിൽ എന്താണ് അവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്നാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ആരാണ് നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്ക് ഇടയിൽ പ്രശ്നം ഉണ്ടാക്കിയത്, എന്താണ് അവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്ന് നോക്കാം. ഇതൊന്നും നമ്മൾ ഇതാക്കിയിരിക്കുന്നതല്ല. ഇതൊക്കെ നമ്മൾ ലൈവായിട്ട് എടുക്കുന്ന കാർഡുകളാണ്. നേരത്തെ എടുത്തു വെച്ച കാർഡുകളല്ല, ഷഫിൾ ചെയ്തെടുക്കുന്ന കാർഡുകളാണ്. ആരാണ് നിങ്ങളുടെ ജീവിതത്തിൽ വില്ലനായിട്ട് നിന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മജോറിറ്റി ഓഫ് ആൾക്കാരുടെ കാര്യത്തിലും കുടുംബം തന്നെ വില്ലനായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഫാമിലി ഇൻവോൾവ്ഡ് ആയിട്ട് നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റഡ് ആക്കിയിട്ട് തന്നെ കാണുന്നുണ്ട്. ഫാമിലി ഇൻവോൾവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. അതുപോലെ ഒരു മുതിർന്ന സ്ത്രീയുടെ ഇടപെടൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഫാമിലി ആണെങ്കിലും ഒരു മുതിർന്ന സ്ത്രീ നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഇടയിൽ പ്രശ്നം ഉണ്ടാക്കിയതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളും നിങ്ങളുടെ ഹസ്ബൻഡും അല്ലെങ്കിൽ നിങ്ങളുടെ ലവറും വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കും. അപ്പോൾ ഇതിനെതിരെ എതിർക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഫാമിലിയിൽ നിന്ന് തന്നെ. കുറേ പേരുടെ കാര്യത്തിൽ ഒരു തേർഡ് പാർട്ടി, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി, ഒരു വഞ്ചന നടന്നിട്ടുണ്ട് തീർച്ചയായിട്ടും. അതായത് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ അകറ്റിയത് പല കാര്യങ്ങളും, ഇല്ലാത്ത പല കാര്യങ്ങളും നിങ്ങളെപ്പറ്റി പറഞ്ഞ് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റിയതായിട്ട് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു നെഗറ്റീവ് എനർജിയുടെ ഒരു എഫക്റ്റ്, ഒരു നല്ല രീതിയിലുള്ളൊരു റിഫ്ലക്ഷൻ, ഒരു പ്രതിഫലനം ഈ ഒരു കാർഡുകളിൽ കാണുന്നുണ്ട്. അതായത് ഒരു നിശ്ചലമായ ഒരു അവസ്ഥയാണ്. അതായത് ഇവിടെ കണ്ടോ, കെട്ടിയിട്ടിരിക്കുന്നൊരവസ്ഥയാണ്. അവിടെ നിന്ന് മൂവ് ചെയ്യാനോട്ടും പോലും പറ്റാത്തൊരവസ്ഥ. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വ്യക്തിയെയും നിങ്ങളെയും തമ്മിൽ അകറ്റി ഇപ്പം നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാനസിക സമ്മർദ്ദങ്ങൾക്കും കാരണം ഒരു സ്ത്രീ ഇതിന് വ്യക്തമായിട്ടുള്ള അജണ്ടയോട് കൂടി പ്രവർത്തിച്ചതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു നിശ്ചലാവസ്ഥയ്ക്ക്, ജീവിതത്തിൽ നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ കഷ്ടതകൾക്കും വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒക്കെ കാരണം ഒരു സ്ത്രീയുടെ ഒരു പൂർണ്ണമായൊരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട് തീർച്ചയായും. അത് കുടുംബത്തിൽ നിങ്ങളുടെ ഈ ഒരു വ്യക്തിയുടെ അമ്മയാവാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ റീഡിങ് എടുത്തുമായിട്ട് കണക്റ്റഡ് ആണ് ഈ റീഡിങ്, അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിൻ്റെ അമ്മയാവാം, ലവറിൻ്റെ അമ്മയാവാം, പാർട്ട്ണറിൻ്റെ അമ്മയാവാം. അവർക്കിതിൽ നല്ല ഇൻവോൾവ്മെൻ്റ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതായത് സമാധാനവും സന്തോഷകരമായിട്ട് പോയിക്കൊണ്ടിരുന്ന കുടുംബജീവിതത്തിൽ ആരോ കണ്ണു വെച്ചെന്ന് പറയത്തില്ലേ, അതുപോലെയാണ് നിങ്ങളുടെ ജീവിതം. നിങ്ങളുടെ ജീവിതം കണ്ട് മറ്റുള്ളവർ വരെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലവേഴ്സ് ആണെങ്കിൽ, നിങ്ങളുടെ മറ്റുള്ള കൂട്ടുകാർക്കൊക്കെ നിങ്ങളുടെ ലവേഴ്സൊക്കെ ആണെങ്കിൽ അവർക്ക് അത്ഭുതമാണ്. എങ്ങനെയാണ് നിങ്ങൾ അതുപോലെ നിങ്ങൾ അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോകുന്നു. അതൊക്കെ അവർക്ക് ഭയങ്കര ഒരു അത്ഭുതം സൃഷ്ടിച്ച കാര്യമാണ് തീർച്ചയായിട്ടും. പക്ഷേ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഒരു സ്വാഭാവികമായിട്ടും ഉണ്ടാക്കിയൊരു നിശ്ചലാവസ്ഥയല്ല നിങ്ങളുടെ ജീവിതത്തിൽ. അതായത് പിന്നിൽ നിന്ന്, നിങ്ങളുടെ കൂടെ നിന്നൊരു വ്യക്തി നിങ്ങളെ ചതിച്ചതായിട്ട് കാണുന്നുണ്ട്.
അത് നിങ്ങളുടെ സുഹൃത്തായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തായിരിക്കാം നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെ അല്ലെങ്കിൽ ലവറിനെ തട്ടിയെടുത്ത്. അതായത് നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് തോന്നിപ്പിച്ച് നിങ്ങളെ പറ്റിച്ച ഒരു വ്യക്തിയുടെ എനർജി കാണുന്നുണ്ട് തീർച്ചയായും. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയധികം പ്രയാസകരമായിട്ടുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ അവർ തന്നെയാണ്. നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ, കടുത്ത വെല്ലുവിളികൾ നിങ്ങളുടെ ജീവിതത്തിൽ, അതായത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ബന്ധത്തിൽ കല്ലുകടികൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ ഇവിടെ 5 ഓഫ് വൺസ് സൂചിപ്പിക്കുന്ന ഒരു ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ബന്ധമാണ് നിങ്ങളുടെ പങ്കാളിയും അങ്ങനെ നിങ്ങളുടെ ലവേഴ്സും. ഇവരുടെ ഈ ഒരു ബാക്ക് സ്റ്റാബിങ് അല്ലെങ്കിൽ ഒരു വഞ്ചന കൊണ്ട്, ഒരു മാനിപ്പുലേഷൻ കൊണ്ട് എല്ലാം തകർന്നടിഞ്ഞ് വീണതായിട്ട് കാണുന്നുണ്ട്. കാര്യങ്ങൾ തലകീഴായി മറിഞ്ഞതായിട്ട് കാണുന്നുണ്ട്. ഇത് ശരിക്കും ഒരു ഫേറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫേറ്റ് അല്ല. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ അകലാൻ കാരണം ഒരു വിധി എന്നോർത്ത് നിങ്ങൾ ഒരിക്കലും സമാധാനിക്കരുത്. കാര്യം മജോറിറ്റി ഓഫ് ആൾക്കാരുടെ കാര്യത്തിൽ ഇതൊരു കാർമിക് സിറ്റുവേഷൻ ആണെന്ന് നമുക്ക് പറയാമെങ്കിലും ഒരു നെഗറ്റിവിറ്റി നമുക്ക് പറയാം, കാർമിക്കാണെന്ന് പറയാം. ഒരു കാർമിക്കായിട്ടുള്ള ഒരു എലമെൻ്റ് അവിടെ ഉള്ളത് കൊണ്ടാണെന്ന് നമുക്ക് പറയാം. അങ്ങനെ പറയേണ്ടി വന്നാൽ പോലും ഒരു ശക്തിയായ ഒരു സ്ത്രീയുടെ ഇടപെടൽ, കാര്യം ഇതുപോലെയുള്ള കാര്യങ്ങളെ, ഒരു ഒക്കൾട്ട് സയൻസ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആഭിചാര കർമ്മങ്ങളെക്കുറിച്ച് അറിയാവുന്ന ഒരു ലേഡിയുടെ സാന്നിധ്യം ഈ ഒരു നിങ്ങളുടെ ബന്ധം തകർന്നതിന് പിന്നിലുള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഒരു സുഹൃത്തും നിങ്ങളെ ചതിച്ചതായിട്ട് കാണുന്നുണ്ട്. വളരെയധികം നിങ്ങളുടെ കൂടെ നിന്ന ഒരു വ്യക്തി, അവർക്ക് അസൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയെ തട്ടിയെടുക്കാൻ, നിങ്ങളുടെ വ്യക്തിയോട് അവർക്ക് അടങ്ങാത്ത ആഗ്രഹം അല്ലെങ്കിൽ അവരുടെ സാമ്പത്തികത്തിനോട്. അപ്പം നിങ്ങൾക്ക് തന്നെ സംശയം ഉണ്ടാവും. ഞാൻ നേരത്തെ ഇട്ട റീഡിങ് പോലെ തന്നെ അതുമായിട്ട് കണക്റ്റഡ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ സംശയം ഉണ്ടാവും, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, എന്തുകൊണ്ടാണ് ഈ ഒരു സംഭവമൊക്കെ ഉണ്ടായത്. കാര്യം നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല. കാര്യം എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് അറിയാത്ത ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം നിങ്ങളുടെ കൺമുന്നിലുള്ളതെല്ലാം മറയ്ക്കുന്ന പോലെ ഒരു ഫീലിങ്സ്, നിങ്ങളുടെ കണ്ണ് കെട്ടി വെച്ചിരിക്കുന്ന പോലെ. നിങ്ങളാകെ ഒരു കുടുക്കിൽപ്പെട്ടൊരവസ്ഥയാണ്, ഒരു നിശ്ചലമായ ഒരവസ്ഥ, സ്റ്റക്ക് സിറ്റുവേഷനാണ് തീർച്ചയായിട്ടും കാണിക്കുന്നത് ഇവിടെ. അതായത് കെട്ടിയിട്ടിരിക്കുന്ന ഒരവസ്ഥ, നിങ്ങളെ അങ്ങ് ഇതാക്കി വെച്ചിരിക്കുകയാണ്, മൊത്തത്തിൽ നിങ്ങളെ അങ്ങ് കെട്ടിയിട്ട് ഒരു ടൈഡപ്പ് സിറ്റുവേഷൻ കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഇവിടെ. മൊത്തത്തിലൊരു കൺഫ്യൂഷനിലൂടെയാണ് നിങ്ങളുടെ ബന്ധം നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഹെറഫൻ കാർഡ് സൂചിപ്പിക്കുന്നത് തന്നെ, അതായത് ഒരു അന്ധവിശ്വാസങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങളുടെ വീട്ടിൽ. നിങ്ങളുടെ അമ്മായിയമ്മയാകാം, നിങ്ങളുടെ അമ്മായിയച്ഛനാകാം, നിങ്ങളുടെ അമ്മായിയമ്മയുടെ എഫക്റ്റാണ് കൂടുതലും. അതുപോലെ അന്ധവിശ്വാസത്തിൽ വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, അവരുടെ ഒരു എനർജിയാണ്. അതായത് നിങ്ങൾ ലവേഴ്സൊക്കെ ആണെങ്കിൽ, നിങ്ങൾ സ്നേഹിച്ചാണ് കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും അവർ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കാത്തത് കൊണ്ട് നിങ്ങളുടെ ബന്ധം തകരാൻ വേണ്ടി അവർ പല കാര്യങ്ങളും, ഒരു നെഗറ്റീവ് ഫോഴ്സിൻ്റെ സഹായത്താൽ പല കാര്യങ്ങളും നിങ്ങൾക്കെതിരെ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അതായത് അന്ധവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അവർ ട്രഡീഷണൽ ആൾക്കാരാണ്, പഴയ ആൾക്കാരാണ് ഇവർ, ഈ പറഞ്ഞ സ്ത്രീ എന്ന് പറയുന്നത്. കുറേ ആൾക്കാരുടെ കാര്യത്തിലാണ് പറയുന്നത്. അപ്പം അവർക്കൊട്ടും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഒരു ബന്ധം. അതിന് പഴമക്കാരും നമ്മൾ പറയത്തില്ലേ, അതായത് നിങ്ങളാണ് എല്ലാ പ്രശ്നത്തിനും കാരണം, നിങ്ങളെ ഓടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. അതായത് നിങ്ങളുടെ ജീവന് വരെ ആപത്ത് വരണം, നിങ്ങളുടെ ജീവന് വരെ ഹാനി വരണം, അത് കണ്ടിട്ടാണ് പലതും ചെയ്തത്. കാര്യം നിങ്ങളാണ് അവരുടെ മുന്നിലൊരു തടസ്സം. അവർക്ക് പല ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു അവർക്ക്, അതായത് അവരുടെ മോൻ്റെ കാര്യത്തിലാണെങ്കിലും മോളുടെ കാര്യത്തിനാണെങ്കിലും അങ്ങനെയൊക്കെയുള്ളൊരു എനർജിയാണ് വരുന്നത്. അവർ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തവരാണ്. ഈ പഴഞ്ചൻ ചിന്താഗതി എന്നൊക്കെ പറയും. വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർ, അറിവില്ലാത്ത ആൾക്കാരെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. അറിവും വിദ്യാഭ്യാസവും രണ്ടാണ്. പക്ഷേ ഇവർ ഇതുപോലെയുള്ള ഒരു നിഗൂഢ തന്ത്രങ്ങളിലൊക്കെ നിൽക്കുന്നവർ, അവരാരെന്ത് പറഞ്ഞാലും അതിൻ്റെ പുറകെ പോകുന്ന ആൾക്കാരാണ്. ദൈവികമായിട്ടുള്ള കാര്യത്തെ അല്ല അവർ കൂട്ടിപ്പിടിച്ചത്, അവർ സാത്താനെ കൂട്ടിപ്പിടിച്ച് പല കാര്യങ്ങളും നിങ്ങൾക്കെതിരായിട്ട് ചെയ്തതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ. ഇവർ ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്തതിന് ശേഷമാണ് പെട്ടെന്ന് നിങ്ങൾക്കൊരു പേടി, അതുപോലെ ഉറക്കമില്ലാത്ത രാത്രികൾ, അതുപോലെ തന്നെ നിങ്ങളെ കൊല്ലാനായിട്ട് ഈ ഒരു വ്യക്തി ശ്രമിക്കുന്നതായിട്ടൊക്കെ, നിങ്ങളെ ശാരീരിക ഉപദ്രവം നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കുണ്ടായതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഈ ഒരു ബ്ലാക്ക് മാജിക് ചെയ്തിട്ട് തന്നെയാണ് അങ്ങനെ ഉണ്ടായത്. അപ്പം നിങ്ങളുടെ വ്യക്തി മുൻപ് വരെ നിങ്ങളുടെ ജീവിതം വളരെ സമാധാനപരവും സന്തോഷകരവുമായിരുന്നു. പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കപ്പിൾസായിരുന്നു നിങ്ങൾ, ക്യൂട്ട് കപ്പിൾസ്.
പക്ഷേ ഇവരുടെ സ്വാർത്ഥ താല്പര്യം കൊണ്ടാണ് നിങ്ങളുടെ ജീവിതം കുട്ടിച്ചോറാക്കിയത്. ഇവർക്ക് നിങ്ങളോട് അടങ്ങാത്ത എന്താണ് ഒരു പകയും. അത് നിങ്ങൾ പോകണം എങ്ങനെയെങ്കിലും അവരുടെ ലൈഫ് ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ നിന്ന് അതിനുവേണ്ടി ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തേർഡ് പാർട്ടിയും കാണുന്നുണ്ട്. തേർഡ് പാർട്ടിയെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് അടുത്ത് നിൽക്കുന്നവർ നിങ്ങളുടെ കൂടപ്പിറപ്പാകാം തേർഡ് പാർട്ടിയായിട്ട് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉറ്റ ഫ്രണ്ടാകാം തേർഡ് പാർട്ടിയായിട്ട് വന്നിരിക്കുന്നത്. അവരും കരുക്കൾ നീക്കിയതായിട്ട് കാണുന്നുണ്ട് കുറേ പേർക്ക്. അതായത് അവരുടെ ജീവിതം ഒരു പരാജയം ആയതുകൊണ്ട് അതിനോടൊരു ജലസി, നിങ്ങളുടെ ജീവിതത്തോട് അത് കണ്ടിട്ടൊരു ജലസി, അവർക്കൊരു കടുത്ത അസൂയ, അതിൻ്റെ പേരിലും ചെയ്തതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളൊരിക്കലും സമാധാനത്തോടു കൂടി ജീവിക്കരുതെന്ന് കരുതിയ എനർജീസ് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ ഉരുകി ഇപ്പോഴങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും നിങ്ങൾ സുഹൃത്തുക്കളെ ഇത് കാണുന്ന മജോറിറ്റി ഓഫ് ആൾക്കാരുടെയും കാര്യത്തിൽ ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടായ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുണ്ടായ പ്രശ്നത്തിന് കാരണം യാദൃശ്ചികമല്ല. അതൊരു കരുതി കൂട്ടിയ ഒരു വ്യക്തിയുടെ എനർജി കൊണ്ട് വന്നതാണ്. തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ പിരിയാൻ കാരണം. നിങ്ങൾ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കരുത് സുഹൃത്തുക്കളെ. നിങ്ങൾ കഴിവത് എത്രയും പെട്ടെന്ന് പോയി നോക്കിക്കുക. തീർച്ചയായിട്ടും ബ്ലാക്ക് മാജിക് റിമൂവ് ചെയ്യാനുള്ള ബ്രേസ്ലെറ്റുകൾ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ വീഡിയോടൊപ്പം ചേർത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ബ്രേസ്ലെറ്റുകൾ ജപിച്ച്, അതായത് പേര്, നാള്, അതുപോലെ ജനന തീയതി, ജനന സമയം, നിങ്ങളുടെ സ്ഥലം, ജനിച്ച സ്ഥലം, ഇതൊക്കെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കനുസരിച്ചുള്ള ബ്രേസ്ലെറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതും കൂടെ പറയുക കേട്ടോ. തീർച്ചയായിട്ടും കാര്യം ഇവിടെ മജോറിറ്റി ഓഫ് ആൾക്കാരുടെ ജീവിതത്തിൽ ഒരു ബ്ലാക്ക് മാജിക്കാണ് ജീവിതം തകർത്തായിട്ട് കാണുന്നത്. പിന്നെ അവരുടെ അന്ധവിശ്വാസം. കാര്യം നിങ്ങൾ ശരിയാവില്ല, അവർ ശരിയാവില്ല, അവരുടെ ലക്ഷ്യങ്ങളൊന്നും നിങ്ങൾ കാരണം നടന്നില്ല. കാര്യം മജോറിറ്റി ഓഫ് ആൾക്കാർക്ക് ഇതൊരു ലവ് മാരേജ് ഒക്കെ ആയിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ മതത്തിൽ വ്യത്യാസമുണ്ട്. അതായത് ഒരാൾ ഹിന്ദു ആയിരിക്കും, ഒരാൾ ക്രിസ്ത്യൻ ആയിരിക്കും, ഒരാൾ ഹിന്ദു ആയിരിക്കും, ഒരാൾ മുസ്ലിം ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു എലമെൻ്റ് ഇവിടെ വരുന്നുണ്ട്. വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരുടെ പ്രണയം വീട്ടുകാർ ഒട്ടും അംഗീകരിച്ചില്ല. അതിനുവേണ്ടി നിങ്ങളെ തമ്മിൽ പിരിച്ചതായിട്ടും കാണുന്നുണ്ട്. വിവാഹത്തിന് ശേഷം അങ്ങനെ സംഭവിച്ചതായിട്ട് കാണുന്നുണ്ട് കുറേ ആൾക്കാർക്ക് തേർഡ് പാർട്ടിയാണ്. തീർച്ചയായിട്ടും സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി, കൂടെ നിന്ന് കാലുവാരിയ തേർഡ് പാർട്ടിയാണ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തേർഡ് പാർട്ടി ഒരു സ്ത്രീയുടെ എനർജിയും കാണുന്നുണ്ട്. തീർച്ചയായിട്ടും പുരുഷന്മാരും ഉണ്ട് കേട്ടോ. എല്ലാവരും സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരും ഉണ്ട് തേർഡ് പാർട്ടികളായിട്ട്. അവർ നിങ്ങളുടെ ജീവിതത്തിൽ വന്നത് വ്യക്തമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. ഞാനിവിടെ പറഞ്ഞത് ജെൻഡർലെസ് റീഡിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പം ഏത് ജെൻഡറിൽപ്പെട്ടവർക്കും കാണാം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ കാണുന്നവർ ഇതുപോലെ ഇരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രം എടുക്കുക. ഇവിടെ കുറേയൊക്കെ നിങ്ങളുടെ കൂടെ നിന്ന് ചതിച്ച നിങ്ങളുടെ കൂട്ടുകാരുണ്ട്. നിങ്ങളുടെ കൂടെ നിന്ന് മദ്യപിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൂടപ്പിറപ്പിനെ പോലെ നിങ്ങളെ കണ്ടിരുന്ന കൂട്ടുകാരിയാവാം, നിങ്ങളുടെ കൂടെ മദ്യപിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ കൂട്ടുകാരനാവാം, തോളിൽ കൈയിട്ട് നടന്ന നിങ്ങളുടെ കൂട്ടുകാരനാവാം. ഇവരൊക്കെ നിങ്ങളെ ചതിച്ചതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ കടുത്ത ട്രോമയിലൂടെയാണ് ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത് കാണുന്ന കൂട്ടുകാരൊക്കെ, എൻ്റെ കൂട്ടുകാർ പല ഏജിലുള്ളവരുണ്ടാവും. ഞാനെന്നാൽ കൂട്ടുകാരെ എന്ന് വിളിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊന്നും സംഭവിച്ചത് യാദൃശ്ചികമല്ല. ഒന്നും കൂടെ പറയുകയാണ്, അവരുടെ കരുതിക്കൂട്ടിയുള്ള പ്ലാനിലാണ് നിങ്ങളുടെ ജീവിതം പൊലിഞ്ഞതായിട്ട് കാണുന്നത്. അവർ പലതും ലക്ഷ്യം മുന്നിൽ വെച്ചിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്. അങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം തകർന്നതായിട്ട് കാണുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സുഹൃത്തുക്കളെ, അവർ കരുതിക്കൂട്ടി തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നവരാണ്. അപ്പം നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ അകറ്റാനായിട്ട് കാരണം ആ ഒരു ദുഷ്ടശക്തിയാണ്. തീർച്ചയായിട്ടും പ്രധാനമായിട്ടും ഒരു സ്ത്രീയുടെ ഒരു മുതിർന്ന സ്ത്രീയും, കുറേ ആളുകൾക്ക് ഒരു പുരുഷന്മാരും വരുന്നുണ്ട്, കുറേ ആളുകൾക്ക് തേർഡ് പാർട്ടിയായിട്ടൊരു സ്ത്രീ വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെ ചതിച്ചതാണ്. തീർച്ചയായും നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ ഒരുപോലെ വഞ്ചിച്ചു. അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ബന്ധത്തെ വലിച്ചു കീറി, നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന നിങ്ങളുടെ ബന്ധത്തെ വലിച്ചു കീറിയതായിട്ട് കാണുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. വളരെ പെയിൻഫുൾ സിറ്റുവേഷനാണ്. നിങ്ങളും അനുഭവിക്കുന്നതാണ്. നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ ഒരു വ്യക്തി ചതിച്ചതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന നിങ്ങളുടെ ഒരു വ്യക്തി, അതായത് നിങ്ങളുടെ കുടുംബ പ്രശ്നം വരെ നിങ്ങൾ അവരോട് പറയുമായിരുന്നു എല്ലാ കാര്യങ്ങളും. പക്ഷേ അതവർ മുതലെടുത്തായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ കുടുംബ പ്രശ്നം, കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വരെ നിങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്യുമായിരുന്നു, എല്ലാ കാര്യങ്ങളും. പക്ഷേ അത് വെച്ച് നിങ്ങളെ മുതലെടുത്തായിട്ട് കാണുന്നുണ്ട് ഒരു വ്യക്തി. നിങ്ങളുടെ സുഹൃത്താവാം, സുഹൃത്തുക്കളുടെ ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ പറയുന്നത്
ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ. പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ഇൻഡെപ്ത് റീഡിംഗ് വേണമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, നമ്മുടെ റീഡിംഗ് എടുക്കുന്നതായിരിക്കും. അതായത് കൂടെ നിന്നൊരു വ്യക്തി നിങ്ങളെ കാലുവാരി ചെയ്തിട്ട് നല്ല രീതിയിൽ സ്പഷ്ടമാകുന്നുണ്ട് റീഡിങ്ങിലൂടെ. അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. നിങ്ങൾ കഠിനമായിട്ടുള്ള മാനസിക സമ്മർദ്ദത്തിലൂടെയാണ്, കുടുങ്ങിക്കിടക്കുകയാണ്. നിങ്ങളുടെ വ്യക്തി അങ്ങനെ തന്നെ. നിങ്ങളുടെ വ്യക്തിക്കും അറിയില്ല എന്താ സംഭവിക്കുന്നത്. അപ്പം നിങ്ങളുടെ വ്യക്തി നിങ്ങൾ തമ്മിൽ പെട്ടെന്ന് പിരിഞ്ഞ് വഴക്കിലേക്കും ഒരു വിഷമത്തിലേക്കൊക്കെ കാര്യങ്ങൾ, ഒരു ഡിവോഴ്സിലേക്കും അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിലേക്കൊക്കെ പോകാൻ കാരണം ഈ ഒരു വ്യക്തിയുടെ ഇടപെടലാണ് കേട്ടോ സുഹൃത്തുക്കളെ. ഇപ്പോൾ ഒരു വ്യക്തി നിങ്ങളെ വഞ്ചിച്ചതായിട്ട് കാണുന്നുണ്ട് നല്ല രീതിയിൽ. ഞാൻ എല്ലാ വ്യക്തികളെയും കുറിച്ച് പറഞ്ഞു, പലരെയും പല കാര്യമാണ്, പല സിറ്റുവേഷനാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അപ്പോൾ നമുക്ക് ഇങ്ങനെയല്ലേ പറയാൻ പറ്റും. ഇനി നിങ്ങളുടെ ഫ്യൂച്ചർ കാർഡ്സ് എടുത്ത് നോക്കാം. നമുക്ക് എന്താണ് നിങ്ങളോട് ഡിവൈൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നോക്കാം. എന്താണ് ഡിവൈൻ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരോട് പറയാനുള്ള ഒരു മെസ്സേജ് എന്താണെന്ന് നോക്കാം. തീർച്ചയായിട്ടും എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊന്നും ഒന്നിൻ്റെ എൻ്റെ അല്ല സുഹൃത്തുക്കളെ. ഇത് കുറേ പേരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ ചിന്തിക്കുന്നുണ്ടാവും, എൻ്റെ റീഡിങ് കാണുന്ന കുറേ പേര് ചിന്തിക്കുന്നുണ്ടാവും ഇതെല്ലാം അവസാനിച്ചു, ഇനി എൻ്റെ ജീവിതത്തിൽ ഇനി ഒന്നുമില്ല, ഞാൻ മരിക്കാനായിട്ട് പോവുകയാണ്, ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോവുകയാണ്, ഞാൻ കായലിൽ ചാടാൻ പോവുകയാണ്, ഞാൻ അല്ലെങ്കിൽ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയാണ്. പക്ഷേ അതൊന്നും അല്ല. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഒരിക്കലും എൻഡ് ആയിട്ടില്ല. ഇപ്പം ഈ ഒരു വ്യക്തി കൊണ്ട് മാത്രമല്ല, നിങ്ങളുടെ അബദ്ധധാരണയാണ്. കണ്ടീഷനിങ് കാർഡ് എന്താ പറയുന്നത് അറിയാമോ? നിങ്ങളുടെ വിശ്വാസമാണ്. നിങ്ങൾ വിശ്വസിക്കുന്നത് എന്താണ്? ഈ ഒരു വ്യക്തിക്ക് മാത്രമേ നിങ്ങളെ സ്നേഹിക്കാനായിട്ട് പറ്റൂ. അല്ല, നിങ്ങളവരെ അന്ധമായിട്ട് വിശ്വസിക്കുന്നതുകൊണ്ടാണ് തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കുന്നത്. കാര്യം ഈ ഒരു വ്യക്തിക്ക് മാത്രമേ നിങ്ങളെ സ്നേഹിക്കാൻ പറ്റൂ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ ഇവരില്ലാതെ നിങ്ങൾ പൂർണ്ണരല്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷേ എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്കൊരു വലിയ മാറ്റം, നിങ്ങൾ ഭയമില്ലാതെ മുന്നോട്ട് പോകുക. ഇപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾ തളർന്നിരിക്കേണ്ട ഒരു സമയമല്ല. നിങ്ങൾ ക്ലിയർ കട്ടായിട്ടുള്ള ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോവേണ്ട ഒരു സമയമാണ്. നിങ്ങൾ വ്യക്തമായി ധൈര്യത്തോടു കൂടി തീരുമാനമെടുത്ത് മുന്നോട്ട് പോകേണ്ട സമയമാണ്. നിങ്ങൾ സ്വയം തിരിച്ചറിവ് നിങ്ങൾക്ക് വരേണ്ട സമയമാണ്. നിങ്ങളിങ്ങനെ തളർന്നു പോകേണ്ട ഒരാളല്ല. ശരിക്കും നിങ്ങൾക്ക് ദൈവം എല്ലാ കഴിവുകളും തന്നിട്ടുണ്ട്. ആ കഴിവുകളൊക്കെ പുറത്തെടുക്കേണ്ട സമയമാണ്. നിങ്ങളിപ്പം നിങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണെന്നാണ് ഈ ഒരു കാർഡൊക്കെ പറയുന്നത്. അതുപോലെ ഞാനിവിടെ പറയുന്നത് മജോറിറ്റി ഓഫ് ആൾക്കാർക്ക് ഈ ഒരു ബന്ധം എൻ്റെ ആയിട്ടൊരു പുതിയ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പക്വതയുള്ള ഒരു സ്നേഹം. ബോട്ടം ഓഫ് ദ ഡെക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഫ്രണ്ട്ലിനെസ് കാർഡാണ്. ഒരു പക്വതയുള്ള ഒരു വ്യക്തി, അതായത് ജീവിതത്തിൻ്റെ റിയാലിറ്റി, അതായത് യാഥാർത്ഥ്യബോധമുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അതായത് പഞ്ചാരടി മാത്രമല്ല ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഷുഗർ കോട്ടഡ് അല്ല. ജീവിതത്തിൽ എന്താണ്, സുഖവും വേണം, ദുഃഖമുണ്ട്. അതായത് എല്ലാ ജീവിതത്തെക്കുറിച്ച് നല്ല അരച്ച് കലക്കി കുടിച്ചൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അരച്ച് കലക്കി കുടിച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അതായത് ജീവിതത്തിൽ ഒരു നല്ല ആത്മവിശ്വാസമുള്ളൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. നിങ്ങളെ നിങ്ങളായി തന്നെ ഉൾക്കൊള്ളാൻ കഴിവുള്ള ഒരു കെൽപ്പുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു സമയത്ത് എപ്പോഴാണ് അത് അങ്ങനെ വരുന്നത്? നിങ്ങളിൽ വിശ്വസിക്കണം. നിങ്ങളിപ്പോഴും തളർന്നിരിക്കുകയാണ്. സ്ട്രെസ് കാർഡ് വന്നില്ലേ? നിങ്ങളുടെ മനസ്സിനെ തളർത്തിക്കൊണ്ടിരിക്കുക. അതുപോലെ ഭ്രമങ്ങളൊക്കെ മാറ്റുക. നിങ്ങളുടെ വിശ്വാസം എന്താണ്? നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല, കരഞ്ഞു കൂവി ഞാൻ മരിക്കും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ. പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ഭയമില്ലാതെ മുന്നോട്ട് പോവുക. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു മാറ്റമാണ് വരുന്നത്. നിങ്ങൾ നിങ്ങളായിരിക്കാൻ ശ്രമിക്കുക. ഈ ഒരു വ്യക്തി വരുന്നതിന് മുമ്പ് നിങ്ങൾ ജീവിച്ചിരുന്നില്ലേ? നിങ്ങൾ റീഡിങ് കാണുന്ന ആൾക്കാരോടാണ്, ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾ ജീവിച്ചിരുന്നില്ലേ? അതുപോലെ നിങ്ങൾ വീണ്ടും ജീവിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളായിരിക്കുക. കണ്ടീഷനിങ് കാർഡ് അതാണ് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് തന്നെ ഒരു തെറ്റിദ്ധാരണയുണ്ട് എല്ലാ കാര്യത്തിനും. പരമ്പരാഗത ഒരു കൺവെൻഷണൽ വേ ഓഫ് തിങ്കിങ് ഉണ്ട്. അതൊക്കെ മാറ്റി നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. കൺവെൻഷണൽ വേ ഓഫ് തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂഢൻ ചിന്താഗതി അല്ലെങ്കിൽ പഴഞ്ചൻ ചിന്താഗതി ഒക്കെയുള്ള ആൾക്കാരുണ്ട്. അതൊക്കെ മാറ്റുക. കാര്യം നിങ്ങൾക്ക് അവരോട് സ്നേഹമുണ്ട്, സത്യമാണ്. പക്ഷെ നിങ്ങളുടെ സ്നേഹം സത്യമാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയുക, എത്രയൊക്കെ ബ്ലാക്ക് മാജിക് അല്ല, ആര് ഇതിനൊക്കെ നിങ്ങൾക്കെതിരെ
പ്രശ്നം ഉണ്ടാക്കിയാലും നിങ്ങളുടെ ബന്ധത്തിൽ ഇടങ്കോലിടാൻ ശ്രമിച്ചാലും ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും തിരികെ വരിക തന്നെ ചെയ്യും. നിങ്ങളോട് ആത്മാർത്ഥമാണ് ആ ഒരു വ്യക്തിയുടെ സ്നേഹം എങ്കിൽ. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഊർജ്ജം കളയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ എനർജി മൊത്തം വേസ്റ്റ് ആക്കുകയാണ് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത്. നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. ഇതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടേണ്ട ഒരു സമയമായി സുഹൃത്തുക്കളെ. തിരിച്ചറിവുണ്ടാവേണ്ട സമയമാണ് ഈ ഒരു സമയത്ത്. നിങ്ങൾ വിഷമിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരില്ലെങ്കിൽ എനിക്ക് ജീവിതം ഇല്ല. ഇപ്പോൾ ഇവിടെ കണ്ടീഷൻ കാർഡ് പറഞ്ഞത് എന്താണ്? നിങ്ങൾ ഈ ഒരു സമയത്ത് ഇതൊക്കെ ഒരു കർമ്മ ഇതായിട്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക. നിങ്ങളിപ്പോഴും കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങളിപ്പോഴും യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടാനായിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് ഈ ഒരു കാർഡ് പറയുന്നത്. അങ്ങനെയല്ല വേണ്ടത്. നിങ്ങൾ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയാണ് സുഹൃത്തുക്കളെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അമിത പ്രതീക്ഷയാണ്. ഒന്നിലും നമ്മൾ അമിത പ്രതീക്ഷ വെക്കരുത്. അത് നമ്മുടെ മക്കളുടെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ എല്ലാത്തിലും, ഹസ്ബൻഡിൻ്റെ കാര്യത്തിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും. അതുപോലെ കണ്ണു തുറന്ന കാര്യങ്ങളെ നിങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കാൻ പഠിക്കുക. കണ്ണു തുറക്കേണ്ട സമയമാണ്. സാഹചര്യങ്ങളെ വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്തേണ്ട സമയമാണ്. സത്യത്തെ നേരിടേണ്ട ഒരു സമയമാണ്. ഒരു തിരിച്ചറിവുണ്ടാവേണ്ട സമയമാണ്. ഇപ്പോഴും നിങ്ങൾ തിരിച്ചറിവിലൂടെയല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോഴും ഈ ഒരു വ്യക്തിയുടെ ചിന്തകളിലാണ് നിങ്ങളിപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ മനസ്സിന് അമിത ഭാരം കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരു പോസിറ്റിവിറ്റി വരില്ല. ചില കാര്യങ്ങൾ നമ്മൾ മൂവ് ഓൺ ചെയ്താലേ, അല്ലെങ്കിൽ ചില സിറ്റുവേഷനിൽ നിന്നാവാം, ചില കാര്യങ്ങളിൽ നിന്നാവാം നമ്മൾ മൂവ് ഓൺ ചെയ്താലേ നമ്മുടെ ലൈഫിലേക്ക് പിന്നെ അതിലും നല്ല കാര്യങ്ങൾ വരുന്നു ചേരുകയുള്ളൂ. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചിട്ടുള്ളതെങ്കിൽ, ഞാൻ വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും പറയുകയാണ്, ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉറപ്പായിട്ടും വരും സുഹൃത്തുക്കളെ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ സ്നേഹം വരുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പക്വതയുള്ള സ്നേഹം, അതായത് സ്വന്തം വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു സ്നേഹം. ഒരു നല്ലൊരു ഒരു പുതിയൊരു എനർജി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ്. പുതിയൊരു വ്യക്തി, നല്ല വീക്ഷണബോധമുള്ള, നല്ല ആത്മവിശ്വാസമുള്ള, നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ സ്നേഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു കെയർ. കാര്യം നിങ്ങളെ നിങ്ങളായിട്ട് ഉൾക്കൊള്ളുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെ നിങ്ങളായിട്ട് ഉൾക്കൊള്ളുന്ന ഒരു സ്നേഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു സമയത്ത് തോറ്റോടുമല്ല ചെയ്യേണ്ടത്. ഇവിടെ പകുതി ആൾക്കാർ, ഞാൻ നേരത്തെ സെറ്റ് കാർഡിലെടുത്തപ്പം മരിക്കാൻ വരെ തീരുമാനിക്കുന്ന ആൾക്കാരുണ്ട്. എങ്ങനെയെങ്കിലും മരിക്കാനായിട്ട് വരും. പക്ഷെ അങ്ങനെയല്ല, അതല്ല ജീവിതം. നിങ്ങളുടെ ജീവിതം എന്തിനു അവസാനിപ്പിക്കുന്നു? നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? നിങ്ങൾക്ക് ഇനിയും ജീവിതത്തിൽ ഒരുപാടുണ്ട്. ഇതൊന്നും ഒരു എൻഡ് അല്ല സുഹൃത്തുക്കളെ. ശരിക്കും ഒരു റീഡർ എന്നുള്ള നിലയിൽ ഞാൻ പറയുവാണ്, വളരെ പെയിൻഫുൾ സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളിപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് കഴിഞ്ഞ കാർഡുകൾ എടുത്തപ്പം എനിക്ക് മനസ്സിലായി. ഇത് നിങ്ങളുടെ ഫ്യൂച്ചർ കാർഡുകളാണ്. ഫ്യൂച്ചർ കാർഡുകൾ അതിമനോഹരമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു വ്യക്തി യോഗ്യനല്ലെങ്കിൽ, അല്ലെങ്കിൽ അനുയോജ്യനല്ലെങ്കിൽ, നിങ്ങളുമായിട്ട് ആ ഒരു വ്യക്തി നിങ്ങൾക്ക് ചേരാത്തൊരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും നിങ്ങളെ തമ്മിൽ പ്രപഞ്ചം ഒന്നിപ്പിക്കത്തില്ല. ചേരാത്ത ഒന്നിനെയും നമ്മുടെ പ്രപഞ്ചം ഒന്നിപ്പിക്കില്ല. യൂണിവേഴ്സ് അങ്ങനെയാണ് തീരുമാനിക്കുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വളരെ കഴിവുള്ളൊരു വ്യക്തിയാണ്. നിങ്ങളെല്ലാം തികഞ്ഞൊരു വ്യക്തിയാണ്. യു ആർ റെഡി എന്നാണ് പറയുന്നത്. നിങ്ങളെല്ലാം തികഞ്ഞൊരു വ്യക്തിയാണ്. എന്ത് കാര്യത്തിനും നിങ്ങൾ പ്രാപ്തയാണ്, അല്ലെങ്കിൽ പ്രാപ്തനാണ്. പക്ഷെ നിങ്ങളുടെ എല്ലാം ട്രോമയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ വിശ്വസിക്കാതെ നിങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ച് നിങ്ങളുടെ ഉള്ള കോൺഫിഡൻസും കൂടെ കളയുകയാണ് ചെയ്യുന്നത് സുഹൃത്തുക്കളെ. അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങളുണ്ടാക്കും. നിങ്ങളിപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കാനാണ് കാർഡ് പറയുന്നത്. സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം, സെൽഫ് ലോ ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് അങ്ങനെ മുന്നോട്ട് പോയി നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങളിൽ നല്ല മാറ്റം വരും. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റം വരും. ഞാൻ വെറുതെ പറയുന്നതല്ല. റീഡർ എന്നുള്ള നിലയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം നിങ്ങളിലേക്ക് ഒരു വ്യക്തി വരുന്നതായിട്ട് തന്നെ കാണുന്നുണ്ട്. മജോറിറ്റി ഓഫ് എനർജിയുടെ കാര്യത്തിൽ ഒരു പുതിയ സ്നേഹമാണ് നിങ്ങളിലേക്ക് വരുന്നത്. അതായത് അവിടെ ഒരു കപടതയൊന്നുമില്ല. വെറുതെ വന്നും പോയിരിക്കുന്ന ഒരു ബന്ധമല്ല ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്. ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റോട് കൂടി ഒരു വ്യക്തി തരാനായിട്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ട് ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് കാർഡുകളിൽ വ്യക്തമാകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കേട്ടോ. എല്ലാം റെസൊനേറ്റ് ആവണമെന്നില്ല. എന്നാലും മജോറിറ്റി ഓഫ് ആൾക്കാർക്ക് അങ്ങനെയാണ് കാണുന്നത്.
അപ്പം നിങ്ങൾ നല്ല ഉചിതമായ തീരുമാനം എടുക്കുക. നിങ്ങളെ വേണ്ടാത്തിടത്ത് നിങ്ങളെ വേണ്ടെന്ന് വെക്കുക. നിങ്ങളെ വേണ്ടാത്ത ഒരു വ്യക്തിയെ നിങ്ങൾക്കും വേണ്ടാന്നൊരു നിലപാട് നിങ്ങൾ എടുക്കുക. ഞാനിവിടെ പറയുമ്പോൾ പലർക്കും അത് ഈസി അല്ല എന്ന് തോന്നും. പക്ഷേ നമ്മൾ ഈ ഒരു സമയത്ത് അങ്ങനെ മുന്നോട്ട് പോയാലേ ജീവിക്കാനായിട്ട് പറ്റൂ. കാര്യം നിങ്ങൾക്ക് മുന്നോട്ട് ജീവിച്ചല്ലേ പറ്റൂ. നിങ്ങൾ അത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കും നിങ്ങൾ ഒരുപാട് പ്രതീക്ഷകളാണ് തീർച്ചയായിട്ടും നിങ്ങളെന്ന് പറയുന്ന ഓരോ വ്യക്തികളും ഇത് കാണുന്നത്. അപ്പം നിങ്ങളുടെ ജീവിതം ഇങ്ങനെ മറ്റൊരാൾക്ക് വേണ്ടി പൊലിഞ്ഞു പോകേണ്ടതല്ല. അല്ലെങ്കിൽ അങ്ങനെ അല്ല. ശരിക്കും നിങ്ങൾക്ക് ഇനിയും നല്ലൊരു ഫ്യൂച്ചറുണ്ട്. നിങ്ങൾ വളരെ എല്ലാം തികഞ്ഞൊരു വ്യക്തിയാണ്. നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ മനസ്സിലാക്കുക. അത് പുറത്തെടുക്കേണ്ട സമയമാണ്. പൂർണ്ണമായിട്ട് പുറത്തെടുക്കേണ്ട സമയമാണ്. അതുപോലെ തന്നെ ആത്മവിശ്വാസം വീണ്ടെടുക്കേണ്ട സമയമാണ്. സ്വയം തിരിച്ചറിവുണ്ടാവേണ്ട സമയമാണ്. ഭയമില്ലാതെ മുന്നോട്ട് പോകേണ്ട സമയമാണ്. തളർന്നിരിക്കേണ്ട ഒരു സമയമല്ല. പകരം ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകേണ്ട സമയമാണ്. സ്വയം തിരിച്ചറിവുണ്ടാവേണ്ട സമയമാണ്. എന്താണ് കാര്യങ്ങളെന്ന് നിങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കണം. ഇവിടെ നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ എന്തിനാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ജീവൻ അവസാനിപ്പിക്കാനായിട്ട് പോകണം, അല്ലെങ്കിൽ ജീവിതം. ആദ്യ സെറ്റ് കാർഡുകളിൽ അങ്ങനെയൊക്കെയുള്ള കാർഡുകൾ വന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പം നിങ്ങൾക്കൊരു നല്ലൊരു ഫ്യൂച്ചർ ഉള്ളതായിട്ടാണ് ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഇതാണ് എൻ്റെ റീഡിങ്. അപ്പോൾ എൻ്റെ റീഡിങ് ഇഷ്ടമായാലും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതുപോലെ വീണ്ടും മറ്റൊരു റീഡിങ്ങുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് അല്ലെങ്കിൽ ഇൻഡെപ്തായിട്ട് കാര്യങ്ങൾ അറിയണമെങ്കിൽ വീഡിയോയുടെ കൂടെ കൊടുത്തിരിക്കുന്ന പേഴ്സണൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. വാട്സപ്പ് ചെയ്താൽ മതി. വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. കോൾ ചെയ്യണമെന്നില്ല. വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ ഞാൻ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും. അപ്പം വീണ്ടും മറ്റൊരു റീഡിങ്ങിൽ നമുക്ക് കാണാമെന്നുള്ളൊരു പ്രതീക്ഷയോടെ നിർത്തുന്നു. അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ട്, എല്ലാവരുടെയും ജീവിതത്തിൽ പോസിറ്റിവിറ്റി നിറയട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതൊരു റീഡിങ് ഒരുപാട് പേർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരുണ്ട്, പേഴ്സണൽ റീഡിങ് എടുക്കാൻ പറ്റാത്തവരെ, അവർക്കൂടെ വേണ്ടിയാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ഞാൻ ഇട്ടത് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും പേഴ്സണൽ റീഡിങ് എടുക്കണമെന്ന് പറ്റിയെന്ന് വരില്ല. അതിനുള്ള സാഹചര്യം ഉണ്ടായെന്ന് വരില്ല അവർക്കൊന്നും. അപ്പോൾ അവരെ കൂടെ മനസ്സിൽ നിർത്തിയാണ്, മുന്നിൽ കണ്ടാണ് ഇങ്ങനെ ഒരു റീഡിങ് ചെയ്തത്. തീർച്ചയായിട്ടും എല്ലാവരെയും ദൈവം രക്ഷിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.